Ready, 1, 2, 3, start. Hi. Hello. Hello. Ready, 1, 2, 3, start. Ready, 1, 2, 3, start. കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പൊ പിന്നെ എന്താ ഇപ്പൊ പറയാ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കുറെ മുന്നേ ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ഒന്ന് കണ്ടിരുന്നു. പക്ഷെ അത് ഭയങ്കര വൈറലായിരുന്നു ആ ടൈമില്. ഇപ്പൊ അങ്ങനെ എല്ലാവരും അത് ചെയ്യുന്നുണ്ടോന്ന് അറിയില്ല. പിന്നെ ഞാൻ 2-3 വട്ടം ഒരു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നി. കാരണം ഞാൻ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എൻ്റെ സ്കിന്നിൻ്റെ ടോൺ ആകെ ചേഞ്ച് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇവിടെ വന്നോളൂ, ചെന്നൈയിൽ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. അപ്പോൾ നമുക്ക് രണ്ടാൾക്കും കൂടി അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ആ ഒരു ഫേസ് പാക്ക് നമുക്ക് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ കുറച്ച് സിമ്പിൾ പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. സിമ്പിൾ ആണോ എന്ന് ചോദിച്ചതെന്ന് വെച്ചാൽ കുറച്ച് മടിയുള്ളവർക്ക് അത് കുറച്ച് പണിയുള്ള പണിയാണ്. നമ്മൾ ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട, മീൻസ് ഇടേണ്ട കാര്യമില്ല. വീക്ക്ലി ഒരു 1-2 വട്ടം ഇട്ടാൽ മതി. ഡെയിലി ഇട്ടാലേ റിസൾട്ട് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പിന്നെ ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോഴും നമ്മൾ നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ, കിടക്കുന്നതിന് മുന്നേ ഇടാനായിട്ട് നോക്കുക. ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം വന്നിട്ട് നിങ്ങൾ എപ്പോഴും എന്താണ് നിങ്ങളുടെ സ്കിൻ കെയർ അതുകൂടി ചെയ്തിട്ട് കിടക്കാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇല്ല. സോ എന്നിട്ട് വിന്റർ സീസൺ സ്കിന്നിനെ കെയർ ചെയ്താലും സ്കിന്ന് ഞങ്ങളെ ഒരിത്തിരി സ്കിന്നുകണ്ടതിന് മനസ്സിലാവുമല്ലോ. പിന്നെ ഇത് സാംസങ്ങിന്റെ ഫോൺ ആയതുകൊണ്ട് അത്ര അറിയുന്നില്ല. നമുക്കിപ്പോൾ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോണത്. അമ്മയാണ് കുറച്ച് മുന്നേക്ക് ഈ ഫേസ് പാക്ക് ഇട്ടിരുന്നത്. നോക്കാം. ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് പാല്, അതേ കപ്പിന് 1/2 കപ്പ് സാധാരണ വെള്ളം ഒഴിക്കുക. അതിനുശേഷം 2 സ്പൂൺ കടലമാവ് ഇടുക. ശേഷം 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട പിടിക്കാതിരിക്കാനാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും. കുറച്ച് നേരം ഇളക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നിർത്തുക. നമ്മുടെ പാക്ക് റെഡിയായി. സോ അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് വന്നിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. ഫസ്റ്റ് നേരം അപ്ലൈ ചെയ്യുന്നു അല്ലല്ലേ, ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് എത്ര നേരം വെക്കണം? ഏതൊരു ഫേസ് പാക്കും 10 മിനിറ്റ്സ് മുതൽക്ക് വെച്ചാൽ ഓക്കെ. പിന്നെ ഒരുപാട് അത്രയൊക്കെ മതി. ഇപ്പം എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മളിത് വന്നിട്ട് ഇനി നമ്മളിതിൻ്റെ പൊട്ടൊക്കെ മാറ്റി ഇങ്ങനെ കയ്യിൽ ഒട്ടിച്ച് വെച്ചാൽ പൊട്ട് എവിടേക്കും പോയില്ല, ഇവിടെ തന്നെ. പക്ഷെ മറക്കരുത്. ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ മറക്കാറില്ല. എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഓർമ്മശക്തി ഉള്ളത് എനിക്കാണ്. ഭയങ്കരം തന്നെ. നമ്മൾ ആക്ച്വലി ഇങ്ങനെ കിട്ടണം. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കല്ലേ, രസം ഉണ്ടാവില്ല കാണാൻ. നമ്മൾ ഇങ്ങനെ മതി. എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് ഇരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പോളിട്ടയിലേക്ക് ഇട്ടു. പിന്നെ ബാബു കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞു. പിന്നെ എൻ്റെ മുഖത്തിട്ട് വരൂ. അപ്പോൾ ഞങ്ങൾ ഫേസ് പാക്കൊക്കെ ഇട്ടു, ഫേസിൽ അപ്ലൈ ചെയ്തു. ഇനി ഒരു മാക്സിമം ഒരു 20 മിനിറ്റ്സ് അത്രയൊക്കെ വെച്ചാൽ മതിയാവും. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആവണം അത്രയ്ക്ക് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് ഫേസ് വാഷ് ചെയ്ത് കളയാം. ഓക്കെ. പിന്നെ നമ്മൾ ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ നെക്ക് പോർഷനിലും കൂടി ഇടണം. ബാബുവിന് പിന്നെ വെള്ളം കുറച്ച് അലർജി ആയതുകൊണ്ട് ആൾ ഫേസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, നെക്കിൽ ഇട്ടിട്ടില്ല. ഇല്ല ബോസേ. അങ്ങനെ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് മുഖമൊക്കെ ക്ലീൻ ചെയ്തു. റിസൾട്ടാണത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് അറിയുന്നുണ്ടോ? കമൻറ്റ് ബിലോ. സോ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ പോലെ തോന്നി. അപ്പോൾ നമുക്ക് എനിക്കിപ്പോൾ ഇത് 2-3 വട്ടം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. പിറ്റേ ദിവസം നമ്മൾ കാലത്ത് എണീക്കുമല്ലോ, കാലത്ത് എണീറ്റിട്ട് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. നമുക്ക് ഈ കടലമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്ലീച്ച് ചെയ്തെടുക്കുമല്ലോ. നല്ല എന്താ പറയുക, ഈ അഴുക്കൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ ബെസ്റ്റാണ് ഈ കടലമാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കുളിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് കടലമാവും മഞ്ഞൾപ്പൊടിയും കുറച്ച് പാലും ഒക്കെ കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് കുറച്ച് കോക്കനട്ട് ഓയിലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് സോപ്പിന് പകരമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അവന്റെ കാര്യമല്ല, ഒരു എന്താ പറയാ, ഒരു വീക്കിലി കാര്യമല്ല,
എനിക്ക് ഇവനെ ഒറ്റയ്ക്ക് വീക്കിലി ഒരു 2 to 3 times ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹോൾ ബോഡിക്കും ആ ഒരു മാറ്റം നമുക്ക് അറിയാനായിട്ട് പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ ബാവു എനിക്കിപ്പോൾ എന്ന് ലഭിച്ചിട്ടുണ്ട്. പറയട്ടെ. കാരണം ബാവു ഇത് ചെയ്തിട്ടേ ഇല്ല. ഞങ്ങളിപ്പോൾ രാവിലെ ടൗണിലൊക്കെ പോയി നല്ല വെയിലൊക്കെ കൊണ്ട് വന്നതായതുകൊണ്ട് കുറച്ച് ക്ഷീണം മുഖത്തുണ്ടായിരുന്നു. സോ ഇതിപ്പോൾ തേച്ചപ്പോൾ കുറച്ചൊരു ഇൻസ്റ്റന്റ് ഗ്ലോ പോലെ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇന്നാണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ എണീറ്റ് ഇതെല്ലാം ചെയ്തു എന്ന് വെച്ചാൽ കുറച്ചൊരു ഗ്ലോ പോലെ കിട്ടും. നമ്മൾ എന്തെങ്കിലും മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ആ ഫിനിഷിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് നന്നായി അറിയാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ഇനി കിടക്കാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കാരണം ഇത് കുറച്ച് ഡ്രൈ ആവുന്ന പോലെയാണ്. ഇപ്പം അമ്മൂൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഓയിലിയാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ടോൺ ചേഞ്ച് ആയി. സോ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ കിടക്കാനായിട്ട് പോകുന്നത്. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. വികാര ജീവി. അപ്പൊ പിന്നെ നമുക്ക് അപ്പം അത്രയേ ഉള്ളൂ. ബൈ. ഇനിയൊരു വീഡിയോ അടുത്ത വീഡിയോയിലേക്ക്. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ ഈ പാക്ക് നല്ല പാക്കാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പാക്ക് ഇടുക, അല്ലെങ്കിൽ ഇടാതിരിക്കുക. ഓക്കെ ബൈ. ശരി എന്നാ. ശരി. ശുഭദിനം.